അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 165. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ ഇല്ലാ മൻ തവല്ലാ വകഫർ فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم اللهم يسر حسابنا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തുൽ ഗാശിയയുടെ 21 വചനം മുതലാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞതിന് ശേഷം ഇതേക്കുറിച്ച് ഇവർ ആലോചിക്കാൻ തയ്യാറല്ലയോ എന്ന് അള്ളാഹു ചോദിച്ചതിൻ്റെ ശേഷം ഹബീബായ നബിതങ്ങളോടായി പറയുകയാണ്, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. അതുകൊണ്ട് നബിയെ, തങ്ങൾ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കണം. തങ്ങൾ നിരന്തരമായി ഉത്ബോധനം കൊടുത്തുകൊണ്ടിരിക്കണം. അവർ ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ അവരെ നിരന്തരമായി ഉത്ബോധിപ്പിക്കേണ്ടിടത്താണ് സംഗതിയുള്ളത്. പറഞ്ഞുകൊടുക്കൂ നബിയെ അവർക്ക്. എന്നാൽ ആ ഉപദേശം ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തലായിരിക്കണം. അതാണ് ദക്കിർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ. എന്താണിവിടെ ഓർമ്മിപ്പിക്കാനായുള്ളത്? തീർച്ചയായും ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹു തആല എല്ലാവരോടും ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ച് അന്ന് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് ചോദിക്കുകയും സമ്മതിപ്പിക്കുകയും ഒക്കെ ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എവിടെ ഉത്ബോധനങ്ങൾ നടക്കുന്നുണ്ടോ അന്ന് ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ ആ ഉത്ബോധനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് സത്യത്തിൽ പിന്നീട് നടക്കുന്നതൊക്കെയും. അതുകൊണ്ടാണ് ഉപദേശിക്കാൻ പറയുന്ന ശൈലി വിശുദ്ധ ഖുർആനിൽ അധികവും കാണുക ഈ ഒരു പദപ്രയോഗത്തിലാണ്, ഫദക്കിർ. അതുകൊണ്ട് നബിയെ, തങ്ങൾ അവരെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കണം. അതായത് നിരന്തരമായി അവർക്ക് ഉത്ബോധനം കൊടുക്കണം. എങ്കിൽ അതിലവരെ നിർബന്ധിക്കേണ്ടതുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവർ ചിന്തിച്ചില്ല, അവർ പാഠം ഉൾക്കൊണ്ടില്ല എന്നത് തങ്ങൾക്കൊരിക്കലും അപകടമായി വരില്ല. അത് തങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമില്ല. തങ്ങൾ അവരോട് പറയേണ്ടത് പറഞ്ഞു. ഇനി കൊള്ളേണ്ടവർക്ക് കൊള്ളാം, തള്ളേണ്ടവർക്ക് തള്ളാം. അങ്ങനെയാണുള്ളത്. അതുകൊണ്ട് തങ്ങൾ അവരെ നിർബന്ധിക്കേണ്ട കേസില്ല. തങ്ങൾ അവരോട് പറഞ്ഞാൽ മതി. ഇന്നമാ അൻത മുദക്കിർ. ഫദക്കിർ, നബിയെ തങ്ങൾ നിരന്തരമായി ഉത്ബോധിപ്പിക്കുക, ഉത്ബോധനം നൽകുക. ഇന്നമാ അൻത മുദക്കിർ, നബിയെ തങ്ങൾ സാരോപദേശകൻ മാത്രമാകുന്നു.
തങ്ങളുടെ ബാധ്യത ഉത്ബോധനം മാത്രമാണ്, പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത മാത്രമേ തങ്ങൾക്കുള്ളൂ. നബിയെ തങ്ങൾ ഉപദേശിക്കുക. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, തങ്ങൾ ഒരിക്കലും അവരുടെ വാർഡനല്ല. അവരെ നിർബന്ധിച്ച് അവരുടെ മേൽ അധികാരം ചെലുത്തി തങ്ങൾ എന്താണോ അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ആ റൂട്ടിലേക്ക് അവരെ കൈ പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുവരേണ്ട ബാധ്യതയില്ല. ഇതുതന്നെയാണ് മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞത്, വമാ അൻത അലൈഹിം ബിജബ്ബാർ, നബിയെ തങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നവനല്ല, അവരെ നിർബന്ധിക്കുന്നവനല്ല. ഒരിക്കലും അവരെ നിർബന്ധിക്കുന്നവരല്ല എന്നു പറഞ്ഞാൽ അവരുടെ വടിയെടുത്ത് തൊളിച്ചാളക്കൂട്ടാൻ നിങ്ങൾ അവരുടെ വാടനല്ല. നബിയെ തങ്ങൾ പറയുക, നേരാം വണ്ണം വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നീട് തള്ളേണ്ടവർക്ക് തള്ളാം, കൊള്ളേണ്ടവർക്ക് കൊള്ളാം. ഇല്ലാ മൻ തവല്ല വകഫർ, പക്ഷേ അനുസരണത്തിൽ നിന്ന് തിരിഞ്ഞു കളയുകയും സത്യത്തെ തള്ളിക്കളയുകയും ചെയ്യുന്നവനൊഴികെ. അത്തരം ആളുകളെ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ, തങ്ങൾ നേരെ ചൊവ്വേ പറഞ്ഞു കൊടുത്തിട്ട് അത് കേൾക്കാതെ അതിൽ നിന്ന് പുറംതിരിഞ്ഞ് കളയുന്ന ആളുകളില്ലേ, അവരെ അള്ളാഹു ശക്തമായ ശിക്ഷ കൊണ്ട്, ഏറ്റവും വലിയ അദാബ് കൊണ്ട് അവരെ അള്ളാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും. തങ്ങളെ തീർച്ചയായും അത് നടക്കാൻ പോകുന്നു. അതുകൊണ്ട് അങ്ങയുടെ ബാധ്യത നിർവഹിക്കുക. ആരെങ്കിലും തിരിഞ്ഞു കളയുകയും നിഷേധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് നബിയെ. അവൻ വിശ്വസിക്കും, അവൻ നന്നാവും എന്നതിനെ തൊട്ട് തങ്ങൾക്ക് പ്രതീക്ഷയെ അസ്തമിച്ച ആളുകളല്ലാത്തവർക്കൊക്കെ തങ്ങളുടെ ഉപദേശം ഫലിക്കുക തന്നെ ചെയ്യും തീർച്ചയായും. ഇതാണ് ഇത്രയും ആയത്തുകളിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയ കാര്യം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളമൊക്കെ വ്യക്തിപരമായും സാമൂഹ്യമായുമൊക്കെ വരുന്ന വലിയ ഒരു ബാധ്യതയാണ് നമ്മൾ ജനങ്ങളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുക എന്നത്. ഓരോരുത്തരും അവരുടെ വൈയക്തികമായി അവരവരുടെ തലങ്ങളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ സുഹൃത്തുക്കളെ ഉപദേശിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് എന്തുകൊണ്ടാണ് അവർ നന്നായില്ലെങ്കിൽ നബിയെ തങ്ങൾക്ക് പ്രശ്നമില്ല, തങ്ങൾ തങ്ങളുടെ ബാധ്യത നിർവഹിച്ചാൽ മതി എന്ന് പറഞ്ഞത്? ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞുകൊണ്ട് അതും കൂടെ അവതരിപ്പിച്ചുകൊണ്ട് ഈ സൂറയുടെ വ്യാഖ്യാനം നമുക്ക് അവസാനിപ്പിക്കാം. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.